നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാടുള്ള ക്രിസ്റ്റൽ ഗാർണറ്റ് എന്ന് പറഞ്ഞ ഒരു വില്ല പ്രൊജക്റ്റിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ ബിനിൽ സാറിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ബിനിൽ സാറിൻ്റെ വീട്ടിൽ ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ സിഗ്നറ്റൈഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിനോട് ചോദിക്കാം, നമ്മുടെ ഇൻസ്റ്റാളേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ സാറിനോട് തന്നെ ചോദിക്കാം. എനിക്ക് സിഗ്നറ്റൈഡ് എൻ്റെ സുഹൃത്ത് ഷാജിയാണ് സിഗ്നറ്റൈഡ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സിഗ്നറ്റൈഡിൽ ജോജോയോട് സംസാരിച്ചു. ജോജോ വന്ന് ഈവൻ നമ്മുടെ നാട്ടിൽ പോലും വന്ന് അവിടെ ഇൻസ്റ്റലേഷൻ പറ്റുമോ എന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി. അതിനുശേഷം നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഐ തിങ്ക് ഫ്രം ദ വെരി ഫസ്റ്റ് ടോക്ക് ഓൺവേർഡ്സ് ഐ ഫീൽ എ വാംത്ത് ഇൻ ദ റിലേഷൻഷിപ്പ്. വളരെ ആത്മാർത്ഥമായിട്ട്, അതായത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ജോജോ ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വിച്ച് ഈസ് ടു സേ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്തായിരിക്കും, അത് എവിടെ വെക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിതൊരു വില്ലയാണ്. അപ്പോൾ അതിൻ്റെ എലിവേഷന് കുഴപ്പം വരാത്ത രീതിയിൽ പരമാവധി ബാക്കിലേക്ക്, എന്നാൽ പ്രൊഡക്ഷനിൽ ഒരു കോംപ്രമൈസും വരാത്ത രീതിയിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ജോജോ ആൻഡ് ടീം അത് സെറ്റ് ചെയ്തത്. ആൻഡ് ദ വേ ഇൻ വിച്ച് ദേ എക്സിക്യൂട്ടഡ് ഇറ്റ് ഓൾസോ. I think total package from the way in which they planned it or they encapsulated it, the way in which they implemented the whole thing, and even after that ഒരു കസ്റ്റമർ സപ്പോർട്ട് സ്റ്റാൻഡ് പോയിന്റിലും വളരെ കൃത്യമായിട്ട് എങ്ങനെയുണ്ട് സാർ പ്രൊഡക്ഷൻ, എങ്ങനെയുണ്ട്, ഇന്ന് ഒരു പക്ഷേ കുറവായിരിക്കും കാരണം ഇന്ന് ഇടയ്ക്ക് മേഘങ്ങൾ വന്നിരുന്നല്ലോ, അല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അത്ര കെയറിൽ ഇത് ചെയ്യുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ദേ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് ആൻഡ് ദേ നോ ദ സ്റ്റാഫ്. They are experts in it, and moreover, I think the way in which they approach the customer is they almost like they want a customer for life. അത് ഈ ഒരു ട്രാൻസാക്ഷൻ ഒന്നും മാത്രമല്ല, they want the customer to be with them. അപ്പോൾ ആ ഒരു കെയറിൽ അത് ആ റിലേഷൻഷിപ്പിനെയും ആ ട്രാൻസാക്ഷനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. which is nowadays it's very rare. Yeah, so hats off to them. Great team as well, a great teamwork also. They deserve a big 5 star. എനിക്ക് തോന്നുന്നു സാറ് നമ്മളിവിടെ വന്നപ്പം ഒന്ന് രണ്ട് ചെറിയ ചലഞ്ച് സാറ് പറഞ്ഞിരുന്നു. നമ്മുടെ ഓടിട്ട വീടാണ്, അപ്പം ലീക്ക് വരാൻ പാടില്ല, നമ്മുടെ ഓട് പൊട്ടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും പാർട്ട് സാറിന് ഫേസ് ചെയ്തിട്ട്? ഓട് ഒബ്വിയസ്ലി ഒന്ന് രണ്ടെണ്ണമൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് അവർ വർക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് അത് റീപ്ലേസ് ചെയ്യുകയും ഞാൻ വിചാരിച്ചത് അറ്റ് ദ എൻഡ് ഞാൻ വിചാരിച്ചത് എന്തൊക്കെയാണെങ്കിലും കുറച്ച് ഓട് പൊട്ടും, അതിനകത്തൂടെ കുറച്ച് ലീക്കൊക്കെ അകത്ത് വരും. പക്ഷേ ദ വേ ഇൻ വിച്ച് ദേ എക്സിക്യൂട്ടഡ് ഇറ്റ് ഈസ് ലൈക്ക് ആ ഓട് കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുകയും അത് കൃത്യമായിട്ട് അത് വാട്ടർ പ്രൂഫ് ചെയ്യുകയും കൃത്യമായിട്ട് സിമെൻ്റൊക്കെ ഇട്ട് കൃത്യമായിട്ട്. അപ്പോൾ നൗ വെൻ ഐ ഗോ അപ്പ് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്സ് ആസ് ഇഫ് ലൈക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഓടിനകത്തുനിന്ന് ഇതിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് പോലെയാണത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് ചെയ്യുകയും ചെയ്തു. ഈവൻ ആ ചെയ്ത ടീമിൻ്റെ പോലും നല്ലൊരു ആത്മാർത്ഥതയുള്ള ടീമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. I even talk to you as well, right, regarding them. Yeah, great team. ഓക്കെ, എന്തായാലും പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഫേസ് ചെയ്ത് സാർ ആദ്യം വന്നപ്പോൾ പറഞ്ഞത് വീടിൻ്റെ മുമ്പിലോട്ട് അധികം വ്യൂ വരാൻ പാടില്ല, നമ്മളൊരു നീറ്റായിട്ട് നല്ലൊരു വില്ലയാണ്. ട്രൂ. അപ്പം സാർ ചില വീടുകളിൽ കാണുമ്പോൾ ഫ്രണ്ടിൽ പാനൽ കൊണ്ട് വെക്കും, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇവിടെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പറയുമ്പോഴാണ് സോളാർ വെച്ചോ എവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അതേ ഇവിടെ നിന്ന് അങ്ങനത്തെ നോക്കിയെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് തന്നെ. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ് ഓൾസോ. അതായത് ലുക്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് ഫ്രണ്ട് എലിവേഷൻ ലുക്കിൽ ഒരു ചേഞ്ചും വരാത്ത രീതിയിൽ, എന്നാൽ നമുക്ക് നല്ലൊരു 6kW ഒരു യൂണിറ്റ് നമുക്ക് ഫുൾ പ്രൊഡക്ഷനിൽ വളരെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു യൂണിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു. സാറിൻ്റെ മൊബൈലിലൊക്കെ ആപ്പും എല്ലാം ക്ലിയർ? തീർച്ചയായിട്ടും. അത് ആ ഇൻസ്റ്റലേഷൻ ഫൈനലി കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായിട്ട് അവർ ഇത് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന അന്ന് തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് കിട്ടിയ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മീറ്ററിൽ ചെക്ക് ചെയ്തു. അതുകൂടാതെ KSEB മീറ്ററിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും കറക്റ്റായിട്ട് പോകുന്നതോ ചെക്ക് ചെയ്തു. ഈ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്തു. അങ്ങനെ ഐ തിങ്ക് ഓൾ ചെക്സ് ആൻഡ് ബാലൻസസ് ആർ ഡൺ ആൻഡ് ഫോളോഡ് അപ്പ് ആസ് വെൽ. ബാക്കി KSEBയുടെ പേപ്പർ വർക്കിനൊന്നും സാറ് പോകേണ്ട ഒരാവശ്യം. അത് അഗെയിൻ അതെൻ്റെ ഒരു മെയിൻ റിക്വസ്റ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഓഫീസ് ബാംഗ്ലൂർ, ഞാൻ ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് നാളെ ഞാനിവിടെ ഉണ്ടാവുള്ളൂ, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പം അതെൻ്റെ ഒരു കൺസേൺ തന്നെയായിരുന്നു. എപ്പോഴെല്ലാം ഈ സോളാറിനെ പറ്റി ആലോചിക്കുമ്പോഴും അയ്യോ ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വേണ്ടി വരുമല്ലോ, അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ജോജോ പറഞ്ഞിരുന്നു, നമ്മളെല്ലാ പേപ്പർ വർക്കും ചെയ്യും സാറ്, സൈൻ ഒക്കെ വേണ്ടിയിടത്ത് സൈൻ ഇട്ട് തന്നിരുന്നാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. ഞാനത് അന്ന് അതിന് ഉത്തരവൊക്കെ മൂളിയെങ്കിലും
അത് ലിറ്ററലി ജോജോ പറഞ്ഞ പോലെ തന്നെ നടക്കും എന്ന് എനിക്ക് ഐ ഹാഡ് മൈ ഓൺ യുനോ ഡൗട്ട്സ് ഓൺ ദാറ്റ്. പക്ഷേ അത് അക്ഷരം പ്രതി ഒരു പ്രാവശ്യം പോലും KSB ഓഫീസിലേക്ക് എനിക്ക് പോകേണ്ട വന്നില്ല. പക്ഷേ എല്ലാം കൃത്യം ടൈംലി ആയിട്ട് ജോജോ ആൻഡ് ടീം ഹാവ് എക്സിക്യൂട്ടഡ് ഇറ്റ് ഇൻ അമേസിംഗ് വേ. താങ്ക് യു. ഓക്കെ സാർ, എന്തായാലും ഞങ്ങളെ പറ്റി ഇത്രയും നല്ല സാറിൻ്റെ ഫീഡ്ബാക്കുകൾ പറഞ്ഞതിൽ സന്തോഷം. ഇനിയും സാറിൻ്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും. absolutely. I'm already getting like 2-3 from different. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജോജയെ വിളിച്ച് ചോദിച്ചതുപോലെ നിങ്ങൾ എറണാകുളത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതോ പുറത്ത് മാറിയേ പറ്റുമോ എന്ന് ചോദിച്ചത് തന്നെ അതാണ്. വാട്ട് എവർ കംസ് വിത്ത് റെസ്പെക്ട് ടു സോളാർ ടു മീ ഈസ് കമ്മിങ് ടു യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്. I appreciate that. Thank you.